102 സീറ്റുകൾ നേടി UDF അധികാരം പിടിച്ചെടുക്കുമ്പോൾ ഈ ചരിത്ര വിജയത്തിന് പിന്നിൽ നിർണായകമായ മറ്റൊരു ഘടകം കൂടിയുണ്ട്: നിയമസഭയിലെ വനിതാ സാന്നിധ്യം. 11 വനിതാ MLA-മാരാണ് പെൺതാരകങ്ങളായി നിയമസഭയിലേക്ക് എത്തുന്നത്. കരുത്തുറ്റ വമ്പന്മാരെ അട്ടിമറിച്ച് മുട്ടുകുത്തിച്ചാണ് പലരും സഭയിലെത്തുന്നത്. മാനന്തവാടിയിൽ നിന്ന് ഉഷാ വിജയൻ, വടകരയിൽ തുടർന്ന് KK രമ, പേരാമ്പ്രയിൽ ഇടത് കൺവീനറെ അട്ടിമറിച്ച് ഫാത്തിമ തഹ്ലിയ, ഏലത്തൂരിൽ സിറ്റിംഗ് മന്ത്രിയെ മുട്ടുകുത്തിച്ച് വിദ്യാ ബാലകൃഷ്ണൻ, നാട്ടികയിൽ ഗീതാ ഗോപി, തൃക്കാക്കരയിൽ തുടർന്ന് ഉമാ തോമസ്, അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ, ചിറയൻകീഴിൽ രമ്യ ഹരിദാസ്, കൊല്ലത്ത് ബിന്ദു കൃഷ്ണ, സിറ്റിംഗ് MLA OS അംബിക, കോങ്ങാട് സിറ്റിംഗ് MLA തോൽപ്പിച്ച് KA തുളസി. അങ്ങനെ UDF-ലെ 9 പേരും LDF-ലെ 2 പേരുമടക്കം ആകെ 11 പേരാണ് നിയമസഭയിലെത്തിയത്. പേരാമ്പ്ര മണ്ഡലത്തിലെ TP രാമകൃഷ്ണനെ അട്ടിമറിച്ച് ലീഗിന്റെ ആദ്യ MLA-ആയി ചരിത്ര വിജയം കുറിച്ചിരിക്കുകയാണ് ഫാത്തിമ തഹ്ലിയ. ആവേശ വിജയത്തോടെ വടകരയിൽ KK രമ വിജയിച്ചു. തൃക്കാക്കരയിൽ UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് 50,211 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത്. കോങ്ങാട് സിറ്റിംഗ് MLA തോൽപ്പിച്ച് കോൺഗ്രസ് കൊടി പാറിച്ചാണ് KA തുളസി വിജയിച്ചത്. LDF സ്ഥാനാർത്ഥി S ജയമോഹനെ തോൽപ്പിച്ച് കൊല്ലം നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ വിജയിച്ചത് 16,830 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ്. അരൂർ മണ്ഡലത്തിൽ പ്രധാന എതിരാളിയായ LDF സ്ഥാനാർത്ഥി ദലീമയെ തോൽപ്പിച്ച് UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ 74,469 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത്. 1942 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇടതുകോട്ട തകർത്ത് ചിറയൻകീഴ് കൈപ്പിടിയിലൊതുക്കിയാണ് രമ്യ ഹരിദാസ് വിജയിച്ചത്. LDF-ന്റെ ഉറച്ച ഇടതുകോട്ടയിൽ നീലക്കൊടി പാറിച്ച് ഏലത്തൂരിൽ മന്ത്രിയായിരുന്ന AK ശശീന്ദ്രനെ അട്ടിമറിച്ച് 12,162 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിദ്യാ ബാലകൃഷ്ണൻ വിജയിച്ചു. മാനന്തവാടിയിൽ മന്ത്രി OR കേളുവിനെ തോൽപ്പിച്ചാണ് UDF സ്ഥാനാർത്ഥി ഉഷാ വിജയൻ വിജയിച്ചത്. UDF തരംഗത്തിനിടയിൽ ചുവന്ന കൊടി പാറിച്ച 2 വനിതകളാണുള്ളത്. LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA-യുമായ OS അംബിക. സ്വന്തം പാർട്ടിയുടെ സിറ്റിംഗ് MLA-യുടെ ഭീഷണിയെ മറികടന്ന് നാട്ടികയിൽ ഗീതാ ഗോപിയും വിജയക്കൊടി പാറിച്ചു. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.